Good afternoon, all. Good afternoon, ma'am. Miss class എടുത്തിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ മിസ്സിനാണ്? ഉണ്ട് മാം, ഫാർമസി എടുത്തത് ഓർമ്മയുണ്ട്. ഫസ്റ്റ് കണ്ടിട്ടുണ്ട് മാം. എന്തായാലും നിങ്ങളുടെ കോഴ്സ് തീരാറായില്ലേ? അതിന് മുമ്പ് നിങ്ങൾക്ക് 2-3 ക്ലാസ്സും കൂടി എടുക്കാന്ന് വെച്ച് കയറിയതാണ് മിസ്. നിങ്ങൾ മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് കഴിഞ്ഞിട്ടില്ലല്ലോ. ചെറിയ ടീച്ചർ എടുക്ക മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ചാപ്റ്റർ എവിടെ വരെ എടുത്തു മിസ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എവിടെ വരെ മിസ് എടുത്തേക്കുന്നത്? Do to improve staff performance. Staff performance അല്ലേ? അത് ഫുള്ള് പറഞ്ഞോ? 5 പോയിന്റ് പറഞ്ഞോ? Yes ma'am, അത് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇവിടെ വരെ പറഞ്ഞല്ലേ? റിവാർഡ് ബെസ്റ്റ് പെർഫോമേഴ്സ് വരെ അല്ലേ? ബാക്കി മിസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. മിസ് എടുക്കുന്ന സെക്ഷന് ഏതെങ്കിലും മനസ്സിലാകാത്തതുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ വേണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മിസ്സിന്റെ അടുത്ത് പറയാം കേട്ടോ. മിസ് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. Implementing performance strategies to improve staff productivity. സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സ്റ്റാഫിന്റെ വർക്ക് അല്ലേ? ഉൽപാദനക്ഷമത പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വർക്ക് അല്ലേ? സ്റ്റാഫിന്റെ വർക്ക് അല്ലേ? സ്റ്റാഫിന്റെ വർക്ക് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസ്, എന്തൊക്കെ തന്ത്രങ്ങൾ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നു? നോക്കിയേ, എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ് അല്ലെ? സ്റ്റാഫുകൾക്ക് എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കുക? അവർക്ക് വർക്കബിൾ ആയിട്ടുള്ള അല്ലെ, വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക അല്ലെ? പ്രവർത്തനാന്തരീക്ഷം. ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റൽ എന്നല്ല, ഏതൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഭയങ്കര സ്ട്രെസ് ആണ്, നമുക്ക് ഓവർലോഡ് വർക്കിംഗ് തരാണെങ്കിൽ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കുമോ? എന്തിനും മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് എന്താണ് എന്തിനും നമ്മളോട് തട്ടിക്കേറുന്ന അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ മേൽക്കിടുന്ന ഒരു പ്രവർത്തനാന്തരീക്ഷമാണെങ്കിൽ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോടാ? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് സ്ട്രെസ് ഒക്കെ വന്നിട്ട് നമുക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് വരും അല്ലെ? ടെൻഷൻ ആയിട്ട് നമ്മൾ തന്നെ അവിടെ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഒരു അന്തരീക്ഷം സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക? ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ് അല്ലെ? സ്റ്റാഫുകൾ റെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പൊ സ്റ്റാഫുകൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല ഒരു എൻവയോൺമെന്റ്, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. സ്റ്റാഫ് മെമ്പേഴ്സിനോട് എങ്ങനെ പെരുമാറണം? ബഹുമാനത്തോടെ അല്ലെ? എന്നല്ലേ? എന്തിനും സ്റ്റാഫുകൾ എന്തൊക്കെ ചെയ്താലും എന്താണ് അവരോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ എന്തൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്താലും അത് അംഗീകരിക്കാത്ത ഒരാളാണെങ്കിലോ, ഹെഡ് ആണെങ്കിലോ നമുക്ക് സാറ്റിസ്ഫൈഡ് ആകോ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ? നമുക്ക് ഒരു റെസ്പെക്ട് കിട്ടണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് സ്റ്റാഫുകളുടെ എന്താണ് ബഹുമാനത്തോടു കൂടി അവരോട് പെരുമാറുക, ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി അല്ലെ? റെഗുലർലി എന്താണ്? സ്റ്റാഫുകളോട് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഫീഡ്ബാക്ക് ചോദിക്കുന്നത് സ്റ്റാഫുകളുടെ അടുത്ത്? അവർക്ക് എന്തെങ്കിലും എന്താണ് വർക്ക് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെ? പ്രോബ്ലംസ് ഉണ്ടോ അല്ലെ? എന്തെങ്കിലും എന്താണ് ഇംപ്രൂവ് ചെയ്യാനുണ്ടോ അല്ലെ? ഏതെങ്കിലും ഒരു സെക്ഷനിലെ പ്രവർത്തനങ്ങളെ ഇംപ്രൂവ് ചെയ്യാനുണ്ടോ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകളുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് റെഗുലർ ആയിട്ട്
കളക്ട് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ബി എംപതിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് അല്ലെ. എങ്ങനെയാ എല്ലാ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് ഒരേപോലെ ആയിരിക്കോ? ചിലര് നല്ല രീതിയിൽ അല്ലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെ, ചിലര് ലോ ലെവലിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. ഇപ്പൊ എന്താ, നോൺ പെർഫോമൻസ് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാത്ത സ്റ്റാഫുകളെ എങ്ങനെ അവരോട് സഹാനുഭൂതിയിൽ അല്ലെ സ്നേഹത്തോടെ പെരുമാറാം. പിന്നെ കൂടാതെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക അല്ലെ, പ്രചോദനം കൊടുക്കുക അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക. ചിലപ്പോ എന്തായിരിക്കും, അവരുടെ എക്സ്പീരിയൻസ് കുറവായിരിക്കും അല്ലെ. പെർഫോമൻസ് താഴ്ത്താൻ കാരണമാകുന്നത് എക്സ്പീരിയൻസ് കുറവായിരിക്കും. ചിലപ്പോ കോൺഫിഡൻസ് ലെവൽ കുറവായത് കൊണ്ടായിരിക്കും. ചിലപ്പോ അവർക്ക് നല്ല ക്വാളിഫിക്കേഷൻസും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷെ അവർക്ക് എന്താണ് കോൺഫിഡൻസ് ലെവൽ കുറവാണെങ്കിലും കറക്റ്റ് രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് കൊടുക്കണം? മോട്ടിവേഷൻ കൊടുക്കണം അല്ലെ, പ്രചോദനം കൊടുക്കണം. ഇപ്പൊ നമ്മുടെ മിക്ക ഒരു വീട്ടമ്മമാരെ ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മക്കൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാറുണ്ടോ? കുഴപ്പമില്ല, എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലാവാതായിരിക്കും അല്ലെ, നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ ബെറ്റർ ആക്കാം അല്ലെ. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ട സ്റ്റാഫുകള് നോൺ പെർഫോമൻസ് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാത്ത സ്റ്റാഫുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കുക. നെക്സ്റ്റ്, acknowledge and reward best performance. എന്താണ് ബെസ്റ്റ് പെർഫോമൻസ്? നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന സ്റ്റാഫുകൾ അംഗീകരിക്കുക അല്ലെ. അത് ഏറ്റവും വലിയ കാര്യമല്ലേ. അവർക്ക് വേണ്ട റിവാർഡുകൾ, പ്രോത്സാഹനങ്ങൾ കൊടുക്കുക അല്ലെ, റിവാർഡ് കൊടുക്കുക. ഇപ്പൊ മിക്ക ഓഫീസുകളിലും അല്ലെ ഷോപ്പുകളിലൊക്കെ നടക്കുന്ന കാര്യമാണ് അല്ലെ. ആ വർഷം ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച ആളാണ് അവർക്ക് ഗോൾഡ് കോയിനോ അല്ലെ TV അങ്ങനെയുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നത്, റിവാർഡ്. അതെന്ത് ചെയ്യും? മറ്റു ആളുകൾക്ക് ഒരു പ്രോത്സാഹനമാണ് അല്ലെ. ബെസ്റ്റ് പെർഫോമൻസ് നെക്സ്റ്റ് ഇയറിൽ എന്താ ഒരു വിചാരിക്കും? നെക്സ്റ്റ് ഇയറിൽ നമുക്ക് മേടിക്കണം, അങ്ങനെയല്ലേ ചിന്തിക്കാം. നെക്സ്റ്റ് ഇയറിൽ ആ ബെസ്റ്റ് പെർഫോമർക്കുള്ള എന്താണ് റിവാർഡ് നമുക്ക് മേടിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക? അക്നോളജ്, എന്ത് ചെയ്യുക? ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരെ അംഗീകരിക്കുക, കൂടാതെ അവർക്ക് എന്താണ് റിവാർഡുകൾ നൽകുക. ക്ലിയർ ആയത്? ഓക്കെ ആണോ? മിസ് എടുക്കുന്നത് ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ്, ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസിനെ എന്ത് ചെയ്യാം? മിഫ്ഡ് അല്ലെ. മിഫ്ഡ് എന്ന് പറഞ്ഞാല് അലോസരപ്പെടുത്തുന്ന. ചിലർ എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കിട്ടിയാൽ മതി, അതും കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ? ഒരു നിസ്സാര പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അലോസരപ്പെടുത്തുന്ന, ഇറിറ്റേറ്റ് ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ടാവാറുണ്ടോ? അപ്പൊ മിഫ്ഡ് അതായത് അലോസരപ്പെടുത്തുന്ന. ആൻഡ് ആംഗ്രി പേഷ്യൻസ് എന്താണ്? ദേഷ്യമുള്ള പേഷ്യൻസിനെ മനസ്സിലാക്കാൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നതും കൊണ്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും? മിഫ്ഡ് പേഷ്യൻസ്, ആംഗ്രി പേഷ്യൻസിനെയൊക്കെ നമുക്ക് മനസ്സിലാകാനായി സാധിക്കുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. Every hospital meets a situation where they should deal with the angry patients അല്ലെ. എന്താണ്? എല്ലാ ഹോസ്പിറ്റലും ഫേസ് ചെയ്യേണ്ടി വരുന്ന, അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അല്ലെ ആംഗ്രി പേഷ്യൻസിനെ നേരിടുക എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലില് ഒന്നോ രണ്ടോ പേഷ്യൻസ് ആണ് വരുന്നത്, ഒരുപാട് ആളുകൾ വരുന്നതാണ് അല്ലെ. അവരെ എല്ലാവരും ക്യാരക്ടേഴ്സ് ഒരേപോലെയാണോ? അല്ല അല്ലെ, ഒരുപാട് പല ക്യാരക്ടറുള്ള ആളുകളായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാ ഹോസ്പിറ്റലുകളും നേരിടേണ്ടി വരുന്ന, അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് എന്താണ് ആംഗ്രി പേഷ്യൻസിനെ, ദേഷ്യമുള്ള പേഷ്യൻസിനെ നേരിടുക എന്നത്. It's a challenging task to cope with such a patient, and especially when they exhibit their frustration on hospital. ഇതൊരു ചലഞ്ചിങ് ടാസ്ക് ആണ് അല്ലെ, ഈ പേഷ്യൻസിനെ നേരിടുക എന്നുള്ളത് അല്ലെ. ആംഗ്രി പേഷ്യൻസിനെ അവരെന്ത് ചെയ്യും? ഒരു നിസ്സാര കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവരതും ദേഷ്യപ്പെടും അല്ലെ.
അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി ഒരിത്തിരി നേരം ഇരിക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡോക്ടറെ വെയിറ്റിംഗ് റൂമിന്റെ മുമ്പിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ അവരെന്ത് ചെയ്യും? അതിനുവേണ്ടി പ്രശ്നം ഉണ്ടാക്കോ? ഇഷ്യൂ ഉണ്ടാക്കോ? അപ്പൊ എന്താ? It's a challenging task to cope with such a patient. ഇങ്ങനെ പേഷ്യന്റിനെ നേരിടുക എന്നുള്ളത് ഒരു ചലഞ്ചിങ്, ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നമാണ് അല്ലെ. എസ്പെഷ്യലി when they exhibit their frustration on hospital. അവരെന്ത് ചെയ്യും? അവരുടെ ഫ്രസ്ട്രേഷൻ അല്ലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ മുമ്പിൽ, സ്റ്റാഫുകളുടെ നേരെ തീർക്കോ? നിരാശ അല്ലെ. എന്തൊക്കെയായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ വരാൻ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? പേഷ്യന്റ് ക്യാൻ ബി അപ്സെറ്റ്. അവരെ അപ്സെറ്റ് ആവുന്നു അല്ലെ, അസ്വസ്ഥരാകുന്നു. എന്തൊക്കെ കാര്യം കൊണ്ട്? ബിക്കോസ് ഓഫ് വേരിയസ് റീസൺ, പല കാര്യം കൊണ്ട് അവർ അപ്സെറ്റ് ആവുക അല്ലെ. സച്ച് ആസ് ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ ഒരുപാട് ഡിലേ സംഭവിക്കുക അല്ലെ, താമസം ഉണ്ടാവുക. ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്. എന്താണ്? പേഷ്യൻസ് അവര് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരാം. ഇപ്പൊ എന്താണ്? ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിന്റെ മുമ്പില് ലാബ് ടെസ്റ്റുകൾ കിട്ടാനായിട്ട്, ഫാർമസിന്ന് മരുന്നുകൾ കിട്ടാനൊക്കെ ആയിട്ട് അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരിക. റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്നാണ്? തെറ്റായ രീതിയിൽ രോഗനിർണയം ചികിത്സയും നടത്തി കഴിഞ്ഞാല്, അതിപ്പോ ആംഗ്രി പേഷ്യന്റ് ആവണമെന്നില്ല അല്ലെ, നോർമൽ പേഷ്യൻസ് ആണെങ്കിലും അവരും ബഹളം ഉണ്ടാക്കില്ലേ തെറ്റായ രീതിയിലാണ്. എന്താണ്? ഇവര് കുറച്ചും കൂടെ കൂടുതൽ പ്രതികരിക്കും അല്ലെ. ചിലപ്പോ അവരെന്താണ്? നിയമപരമായി അതിനെ നേരിടില്ലേ, ലീഗലി അവർ അതിനെ നേരിടോ? കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും അല്ലെ. എന്താണ്? റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. തെറ്റായ രീതിയിൽ രോഗനിർണയം നടത്തുകയും അവർക്ക് ചികിത്സ നൽകുകയും ചെയ്യുമ്പോൾ ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ ആൻഡ് ലോട്ട് മോർ. എന്താണ്? ക്വാളിറ്റി കെയറിൽ ആബ്സെൻസ് സംഭവിക്കുക അല്ലെ. അവർക്ക് എങ്ങനെയുള്ള കെയർ കൊടുക്കാതിരിക്കുക? ക്വാളിറ്റി ഉള്ള അല്ലെ കെയറില്, അവർക്ക് കൊടുക്കുന്ന പരിചരണത്തില് ഗുണനിലവാരമില്ലെങ്കിലും അവർക്ക് ദേഷ്യം വരില്ലേ? ആൻഡ് എ ലോട്ട് മോർ. കൂടാതെ വേറെയും സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് പറയാമോ ഒരു സംഭവം? പേഷ്യൻസിന് ദേഷ്യം വരുന്ന ഒരു സംഭവം പറയാമോ? പറയാമോ? ഒന്നുമില്ല, ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ച് ഫോർ ഓവർ ഡ്യൂട്ടി. ഓവർ ഡ്യൂട്ടി പറയാൻ പറ്റുമോ? പേഷ്യൻസിനല്ലേ? ക്ലീൻ അല്ലേ? വെയിറ്റ് ചെയ്യിപ്പിക്കുക അല്ലെ. എന്താണ്? ക്ലീൻ അല്ലെങ്കിൽ, ഹോസ്പിറ്റലിൽ ക്ലീൻ അല്ലെങ്കിൽ അവർക്ക് എന്ത് വരും? HIV വരും അല്ലെ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങൾ വരാം അല്ലെ, നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. അപ്പൊ അതുപോലെ എന്താണ്? പല റീസൺ കൊണ്ട് അല്ലെ പേഷ്യൻസിന് ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് മിസ്ബിഹേവ് ഓഫ് സ്റ്റാഫ് അല്ലെ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ചില റീസൺ മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ആൻഡ് ഇഫ് ഹോസ്പിറ്റൽ ഡോണ്ട് അഡ്രസ് ഗുഡ് സർവീസ് അല്ലെങ്കിൽ അല്ലെ. നെക്സ്റ്റ് ആൻഡ് ഇഫ് ഹോസ്പിറ്റൽ ഡോണ്ട് അഡ്രസ് ദെയർ ഇഷ്യൂ ദേ മൈറ്റ് ഈവൻ ഫേസ് ലീഗൽ ത്രെറ്റ്സ് ഫോർ പേഷ്യൻസ്. എന്ത് ചെയ്യും? ആ പേഷ്യൻസിന്റെ പ്രോബ്ലം, ഇഷ്യൂസ്, പ്രശ്നങ്ങള് ഈ ഹോസ്പിറ്റലുകാര് ശ്രദ്ധിക്കാതിരിക്കുക, അഡ്രസ് ചെയ്യാതിരിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? ലീഗലായിട്ട് നേരിടും അല്ലെ. ഓക്കെ. They might even face legal threats from hospital. അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലുകാർക്ക് ലീഗലായിട്ട് നിയമപരമായി നേരിടേണ്ടി വരുന്നു അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ നമുക്കറിയാം, അവർക്ക് നല്ല രീതിയിലുള്ള എന്താണ് റോങ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്തിന് ഇഷ്യൂസ് സംഭവിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് അവർ കംപ്ലൈന്റ് കൊടുക്കോ പോലീസ് സ്റ്റേഷനിൽ, അല്ലെങ്കിൽ കോർട്ടിൽ കൊണ്ടുപോയി പരാതി കൊടുക്കോ ഹോസ്പിറ്റലിനെതിരെ? അപ്പൊ എന്ത് ചെയ്യുക? ചിലപ്പോ നമ്മ അതിനെ അവരൊന്ന് തണുപ്പിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ചിലപ്പോ അങ്ങനെ നേരിടേണ്ടി വരില്ല അല്ലെ. ഒരു കോംപ്രമൈസ് എടുത്താലോ നമുക്ക് പേഷ്യന്റുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തി അല്ലെ, അവരെ ഇഷ്യൂസ് ലീഗലി മൂവ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ്? നമ്മ അവരെ പ്രശ്നങ്ങൾ നമ്മ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അവരോട് നല്ല രീതിയിൽ പെരുമാറി ചിലപ്പോ നമുക്കത് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ലേ ഹോസ്പിറ്റലില്? എന്താണ്?
ഹോസ്പിറ്റലില് അവരുടെ പ്രശ്നങ്ങൾ, ഈ മിഫ്ഡ് അല്ലെങ്കിൽ ആംഗ്രി പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മ ഇഷ്യൂസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഹോസ്പിറ്റലിനെതിരെ നിയമപരമായി നീങ്ങാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽ കാൺ ഡിസ്റിഗാർഡ് സച്ച് സിറ്റുവേഷൻ. അതുകൊണ്ട് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുക, അവഗണിക്കാതിരിക്കുക അല്ലെ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവഗണിക്കാൻ പാടുണ്ടോ? അവഗണിക്കാതിരിക്കുക. സോ ഇറ്റ്സ് ബെറ്റർ ടു ലേൺ ഹൗ ടു കോപ്പ് വിത്ത് പേഷ്യൻസ്. എന്താണ്, അതിനാല് രോഗികളെ എങ്ങനെ നേരിടണം അല്ലെ, ഇങ്ങനെയുള്ള മിഫ്ഡ് പേഷ്യൻസിനെ അല്ലെങ്കിൽ ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെ നേരിടണം, അവരോട് എങ്ങനെ പെരുമാറണമെന്ന് ഹോസ്പിറ്റലുകാർ പഠിക്കല്ലേ വേണ്ടത് അല്ലെ. അവരെ എങ്ങനെ അവരെ നേരിടണം അല്ലെ, അവരെങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണമെന്ന് ഹോസ്പിറ്റലുകാർ പഠിക്കാം. As a care provider, hospital need to realize the warning signs and control the situation before it gets worsened. എന്ത് ചെയ്യുക, ഒരു കെയർ പ്രൊവൈഡർ അല്ലെ, ഹോസ്പിറ്റൽ എന്താണ് കൊടുക്കുന്നത്, കെയർ പ്രൊവൈഡർ ആണോ ഹോസ്പിറ്റലില്, പരിചരണം കൊടുക്കുകയാണ് അല്ലെ പേഷ്യൻസിന്. അപ്പൊ ക്വാളിറ്റി കെയർ അല്ലെ. അപ്പൊ കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കുകയും അവരോട് എങ്ങനെയാ സ്ഥിതി വഷളാകാതെ അല്ലെ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാക്കുകയും ചെയ്യാം അല്ലെ. ഇപ്പൊ ഒരു പേഷ്യൻസ് ക്യൂയിൽ നിൽക്കണ്ട് അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി, അവരൊരു കുറച്ചു നേരം നിന്നപ്പോ തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അവരോട് ചെന്ന് റീസൺ ചോദിക്കാം അല്ലെ, മിസ്ബിഹേവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാലോ. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനു വേണ്ട ആക്ഷൻ സ്വീകരിക്കുക അല്ലെ, അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുക. അതെല്ലാം നമ്മ അവിടെ മൈൻഡ് ചെയ്യാണ്ട്, റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫ് അവരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ്, ബാക്കിയുള്ള പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കാണ്, അവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കൺട്രോളബിൾ ആവോ? ഇവര് ഈ പേഷ്യൻസ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റു പേഷ്യൻസിനെയും കൂടി ഇറിറ്റേറ്റ് ചെയ്യും അല്ലെ, ആണോ, മിസ്ബിഹേവ് ചെയ്ത് മറ്റു പേഷ്യൻസിനെയും കൂടി ഇറിറ്റേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽ കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള വാർണിംഗ് സൈനുകൾ, മുന്നറിയിപ്പ് അടയാളങ്ങൾ ഇവര് തിരിച്ചറിയുകയും പിന്നെ അതെന്താണ്, അങ്ങനെയുള്ള ആ സ്ഥിതി, അങ്ങനെയുള്ള ആ പ്രശ്നങ്ങള് വഷളാകാതെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ്, ആൻഡ് നീഡ് ടു ക്രിയേറ്റ് ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ഫോളോ ദം ടു ഹാൻഡിൽ ആംഗ്രി പേഷ്യൻസ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നല്ല രീതിയിലുള്ള പ്രാക്ടീസുകൾ അല്ലെ, മികച്ച രീതികൾ അവർ ക്രിയേറ്റ് ചെയ്യുകയും അത് അവരെന്ത് ചെയ്യുക, ഹോസ്പിറ്റലില് ഫോളോ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? മിസ് എടുത്തത് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ്, ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. എന്താണ്, ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കാൻ പറ്റുന്നത്? ഓക്കെ. സ്റ്റെപ്പ് 1, acknowledge and listen to patients complaints calmly. എന്ത് ചെയ്യുക, ഈ ആംഗ്രി പേഷ്യൻസ് അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാക്കുന്ന, പ്രോബ്ലം ഉണ്ടാക്കുന്ന പേഷ്യൻസിന്റെ പരാതികൾ അല്ലെ, കംപ്ലൈന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, ശാന്തമായി കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക അല്ലെ. ആണോ? ഇപ്പൊ അവര് പറയാണ് നമ്മുടെ അടുത്ത് ഇന്ന പ്രശ്നമുണ്ട് അല്ലെ, ഞാൻ ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്, നമ്മ അതിനെതിരെ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? കാമില്ല, സോൾവ് ചെയ്യാൻ പറ്റുമോ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുമ്പോ? ഇല്ല അല്ലെ, പ്രശ്നം കൂടുതൽ വഷളാവുള്ളൂ അല്ലെ, കൂടുതൽ വഷളാവുള്ളൂ, അവർക്ക് അവരുടെ ദേഷ്യം കൂടും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമ്മ എന്താ, കാമായിട്ട് അവരെ കേട്ട് അവരെ അംഗീകരിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, സ്റ്റെപ്പ് 2 പറയുന്നത്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദി പ്രോബ്ലം. നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രശ്നത്തിന്റെ മൂലകാരണം അല്ലെ,
പല കാര്യം കൊണ്ട് പേഷ്യൻസ് ദേഷ്യപ്പെടാൻ സാധ്യതയില്ലേ? അപ്പോയിന്റ്മെന്റ്സിന് ലേറ്റ് ആയാൽ അല്ലെ, വെയിറ്റിംഗ് ടൈം ഒരുപാട്. അപ്പൊ പല കാര്യമുണ്ട്. അപ്പൊ നമ്മ എന്ത് ചെയ്യുക, ഈ പേഷ്യന്റ് ദേഷ്യപ്പെടാനുണ്ടായ മൂലകാരണം അല്ലെ, മെയിൻ പ്രശ്നം എന്താണെന്ന് നമ്മ മനസ്സിലാക്കുക, ഹോസ്പിറ്റലുകാരെ മനസ്സിലാക്കുക. നെക്സ്റ്റ്, അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. എങ്ങനെ പെരുമാറുക അവരോട്? സഹാനുഭൂതിയോടുകൂടി പെരുമാറുകയും പിന്നെ എന്ത് ചെയ്യാ, ഡിഫെൻസീവ് മാർഗങ്ങൾ സ്വീകരിക്കാതിരിക്കുക അല്ലെ, പ്രതിരോധ മാർഗങ്ങള് എന്ന് വെച്ചാൽ എന്താണ്? അവർ പറയുന്നത് നമ്മ എന്താണ്, അവരോട് ദേഷ്യപ്പെടാണ്, അവരോട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കാണ്, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിലൊക്കെ എന്ത് ചെയ്യും? അവരുടെ ദേഷ്യം വർദ്ധിക്കുള്ളൂ അല്ലെ, കൂടുതലേ ചെയ്യുള്ളൂ, ഇൻക്രീസ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, നമ്മ ഡിഫെൻസീവ് പ്രതിരോധ മാർഗങ്ങൾ അവോയ്ഡ് ചെയ്യുകയും പിന്നെ എന്താണ്, അവരുടെ എംപതിയോടുകൂടി സഹാനുഭൂതിയോടുകൂടി പെരുമാറുകയും ചെയ്യുക. നെക്സ്റ്റ്, മേക്ക് ദ പേഷ്യൻസ് ഫീൽ ദാറ്റ് their concern are taken seriously. അവർക്ക് എന്ത് തോന്നണം, എങ്ങനെ ഫീൽ ചെയ്യണം? അവരുടെ പ്രശ്നങ്ങള് നമ്മ സീരിയസ് ആയിട്ട് അല്ലെ, ഹോസ്പിറ്റലുകാരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലെ എന്ന് അവർക്ക് ഫീൽ ചെയ്യണം. അപ്പൊ അവരുടെ ദേഷ്യം കുറയില്ലേ? കുറയോ? എന്താ ആ പേഷ്യൻസിന് തന്നെ തോന്നാം എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നം ഹോസ്പിറ്റലുകാര് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്ന് അവർക്ക് തന്നെ ഒന്ന് ഫീൽ ചെയ്യാം. നെക്സ്റ്റ്, അപ്പോളജൈസ് ആൻഡ് ടേക്ക് ക്വിക്ക് ആക്ഷൻസ് ടു സെറ്റിൽ ദ പ്രോബ്ലം. നമ്മ എന്ത് ചെയ്യാം, അപ്പോളജൈസ് ചെയ്യാം അല്ലെ, ക്ഷമ ചോദിക്കാം. ഹോസ്പിറ്റലിന്റെ ഭാഗത്താണ് തെറ്റ്, അവിടുത്തെ സ്റ്റാഫുകളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ക്ഷമ ചോദിക്കുന്നതിലേക്ക് വല്ല പ്രശ്നമുണ്ടോ? കുഴപ്പമുണ്ടോ? ഇല്ല അല്ലെ. എന്ത് ചെയ്യുക, അപ്പോളജൈസ് ചെയ്യുക, നോ പ്രോബ്ലം അല്ലെ, അവരോട് അപ്പോളജൈസ് ചെയ്യുക. എന്താണ്, ഞങ്ങളുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച പറ്റിയത്, ക്ഷമിക്കുക അല്ലെ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കുക അല്ലെ, ഇനി മേലില് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അല്ലെ, അങ്ങനെ അപ്പോളജൈസ് ചെയ്യുക. എന്ന് കൂടാതെ എന്താണ്, അവര് ആ പ്രോബ്ലംസിനുള്ള ആക്ഷൻ അല്ലെ, നടപടി പെട്ടെന്ന് തന്നെ സ്വീകരിക്കുക. നെക്സ്റ്റ്, സ്റ്റെപ്പ് 6 പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. എന്താണ് 6th സ്റ്റേജിൽ പറയുന്നത്? എന്താണ്, നമുക്ക് ആ ഒരു പ്രശ്നത്തിന് എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റും, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും അവരോട് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ, വേണ്ടേ? നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അവരെടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾക്ക് ഇന്ന ആക്ഷൻ സ്വീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മ അത് ചെയ്തില്ലെങ്കിൽ വീണ്ടും വലിയൊരു പ്രോബ്ലത്തിലേക്ക് വരികയാണ് അല്ലെ. എന്താണ്, അവർക്കുണ്ടായ ആ പ്രശ്നത്തിന് ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അവരെടുത്ത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആയത്? ക്ലിയർ ആയോ? നെക്സ്റ്റ്, വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്? ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്? Okay, take a deep breath and try to remain calm. എന്ത് ചെയ്യുക? ഡീപ് ബ്രീത്ത് എടുക്കുക അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഡീപ് ബ്രീത്ത് എടുക്കാൻ പറയുന്നത്? ചിലപ്പോ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിൽ എന്ത് വരും, നമുക്ക് തന്നെ ദേഷ്യം തോന്നൂലേ അവരെടുത്ത്. ഈ നിസ്സാര കാര്യത്തിന് ഇവര് എന്തിനാണ് ഇത്രയും ഇഷ്യൂ ആക്കുന്നത് അല്ലെ, ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെ, നമുക്ക് തോന്നാറില്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ? അങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ആംഗ്രി പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിക്ക് മുമ്പ് പോകുമ്പോ? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ എന്തിനു വേണ്ടിയിട്ടാ ഈ ചെറിയൊരു നിസ്സാര സംഭവത്തിന് ഒരു ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നാറില്ലേ? അപ്പൊ എന്ത് ചെയ്യാ, ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എന്ത് ചെയ്യാ, ഡീപ് ബ്രീത്ത് എടുക്കുക അല്ലെ, അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവര് തിരിച്ച് റിയാക്ട് ചെയ്യാതിരിക്കാൻ, അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഡീപ് ബ്രീത്ത് എടുത്തിട്ട് എങ്ങനെയാണ് ശാന്തത പാലിക്കുക. നെക്സ്റ്റ് എന്താണ്, gather all the details about the patient's disease
and the treatment provided to them. എന്ത് ചെയ്യുക? ആ പേഷ്യൻസിന് കൊടുത്തിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റിനെ കുറിച്ചും ചികിത്സയെ കുറിച്ചും ആ പേഷ്യൻസിന്റെ ഡിസീസുമായി ബന്ധപ്പെട്ട അല്ലെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യുക, ശേഖരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പൊ അവര് പറയാണ് ഇവിടുന്ന് കിട്ടിയ ട്രീറ്റ്മെന്റിലെ ക്വാളിറ്റി ഇല്ല, റോങ് ട്രീറ്റ്മെന്റ് ആണ് തന്നത് എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് അവരുടെ ഫയല് ഈ ഇൻഫോർമേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലുകാർക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആ പേഷ്യന്റിനുമായി ബന്ധപ്പെട്ട എന്താണ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതോ എന്താണ് രോഗവുമായി ബന്ധപ്പെട്ടതോ ആയ എല്ലാ ഇൻഫോർമേഷൻസും വിവരങ്ങളും ശേഖരിക്കുക. നെക്സ്റ്റ്, spend quality time with the patients to detect reason behind their outburst. Outburst എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറി. ഈ പേഷ്യന്റിന്റെ ആ പൊട്ടിത്തെറി അല്ലെങ്കിൽ ആ ദേഷ്യത്തിനുണ്ടായ കാരണം എന്താണെന്ന് അല്ലെ, റീസൺ എന്താണെന്ന് അറിയാൻ സമയം ചെലവഴിക്കുക അല്ലെ വേണ്ടേ? അതൊരു മേജർ ഫാക്ടർ ആണ് അല്ലെ. അവരുടെ പ്രശ്നം ഇവിടെ നിന്നാണ് അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായത്, ആ പ്രോബ്ലം ഉണ്ടായത് അല്ലെ. അങ്ങനെ ആ പ്രശ്നത്തെ കുറിച്ച് അറിയാനുള്ള സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക, ചിലവഴിക്കുക. ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂ. എന്ത് ചെയ്യുക? നമ്മൾ അവരോട് എംപതിയോട് കൂടി അല്ലെ, കൂടാതെ എങ്ങനെയാണ് സഹാനുഭൂതിയോട് കൂടി അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കണ്ടേ? ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കണോ? അവരുടെ പ്രശ്നങ്ങള് സോൾവ് ചെയ്ത് കൊടുക്കുക. അവോയ്ഡ് ഗിവിംഗ് അവേ ടു എനി ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ട്രീറ്റ്സ്. അവരോട് ആർഗ്യുമെന്റ്സുകൾ നടത്താൻ പാടുണ്ടോ? വാദപ്രതിവാദങ്ങള്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അല്ലെ, ഇങ്ങനെ ഒരു സംഭവമേ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടില്ല, അങ്ങനെയുള്ള വാദങ്ങൾ നടത്താൻ പാടുണ്ടോ? അത് അവരെ കുറച്ചും കൂടി ഇറിറ്റേറ്റ് ആക്കും അല്ലെ, കുറച്ചും കൂടി ദേഷ്യപ്പെടുത്തും അല്ലെ. ഡിഫെൻസീവ് ആയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാലല്ലേ അങ്ങനെയല്ലേ വരുന്നത്? അവരുടെ ദേഷ്യം കൂടുതലേ ചെയ്യാം. പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചാലോ ചിലപ്പോ അവരെന്ത് ചെയ്യും? ലീഗലായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ എന്താണ്? നമ്മ അവരോട് ആർഗ്യുമെന്റ്സുകൾ നടത്താനോ ഇനി എന്താണ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനോ പാടില്ല. പ്രൊട്ടക്ട് ലീഗലി ബൈ കെയർഫുള്ളി ഡോക്യുമെന്റിംഗ് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റ്സ്. ഹോസ്പിറ്റലിനെ കുറിച്ച് ക്ലിനിക്കൽ ആയതും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കംപ്ലൈന്റ്സുകൾ വരാലോ, ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ, പല കംപ്ലൈന്റ്സുകൾ വരാം അല്ലെ. അപ്പൊ എന്താ? ക്ലിനിക്കൽ ആയിക്കോട്ടെ അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റ്സുകൾ ആയിക്കോട്ടെ അല്ലെ, അങ്ങനെയുള്ള പരാതികള് നമ്മൾ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിക്കൊണ്ട് എന്താണ് ലീഗലി നിയമപരമായി സൂക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക. ക്ലിയർ ആയോ? അത് എല്ലാവർക്കും ഓക്കെ ആണോ? ഇത്രയും ഭാഗം എടുത്തത് ഓക്കെ. നെക്സ്റ്റ്, ടു റിമൂവ് പേഷ്യന്റ് റിമൂവ് അല്ല കേട്ടാ, സെക്കൻഡ് പറയണം. gather all details about the patient's disease and treatment provided to them. ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യൻസിന് നൽകിയിട്ടുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ എന്താണ് ട്രീറ്റ്മെന്റുകളെ കുറിച്ചും ചികിത്സകളെ കുറിച്ചും അവരുടെ ഡിസീസുകളെ അല്ലെ അസുഖത്തെ കുറിച്ചുമുള്ള എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പേഷ്യന്റ് പറയാണ് ക്വാളിറ്റി കെയർ അല്ലേ കിട്ടിയിരിക്കുന്നത്, എന്താണ് ട്രീറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഡയഗ്നോസിസിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ലേ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ആ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യുക. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഓക്കെ ആണോ? നെക്സ്റ്റ്, ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെ, ഹോസ്പിറ്റലിൽ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. മോസ്റ്റ് ഡോക്ടേഴ്സ് spend a short span of time in which they wanted to complete various tasks from catching up with the patients, understanding their concerns and providing the required treatment. അല്ലെ ഹോസ്പിറ്റലിൽ മിക്ക നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും
ഡോക്ടേഴ്സ് എങ്ങനെയാണ് കുറച്ച് സമയം എടുത്തല്ലേ നമ്മുടെമായി ഇടപഴകുന്നതും നമ്മുടെ കൺസേണുകൾ ആശങ്കകൾ കേൾക്കുന്നതും നമ്മുടെ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതൊക്കെ ആണോ? ചിലപ്പോ നമ്മ പറയുന്നത് കൂടി അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലെ? അതിക്ക് മുൻപ് തന്നെ എന്താണ് നമുക്ക് വേണ്ട പ്രിസ്ക്രിപ്ഷൻ മരുന്ന് എഴുതി തന്നിട്ടുണ്ടാവോ ചില ഡോക്ടേഴ്സ്? അനുഭവം ഉണ്ടോ അതൊക്കെ? എന്തോ എന്താരൊന്നും പറയാത്തെ? ഓക്കെ, മോസ്റ്റ് ഡോക്ടേഴ്സ് മിക്ക ഡോക്ടേഴ്സ് എന്താണ് ഈ രോഗിയുമായി ഇടപഴകാനും അവരുടെ കൺസേൺസ് പേഷ്യൻസിന്റെ ആശങ്കകൾ കേൾക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചികിത്സകൾ നൽകാൻ അവരെന്താണ് കുറച്ച് സമയം മാത്രം ചിലവാക്കുന്നുള്ളൂ. ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഡോക്ടേഴ്സ് ടു അഡ്രസ് ഓൾ ദ പ്രോബ്ലം ഓഫ് ദി പേഷ്യൻസ്. ഇങ്ങനെ അവർ ഇത്തിരി സമയം കുറച്ച് സമയമാണ് ചെലവാക്കുന്നതെങ്കിൽ ആ ഡോക്ടേഴ്സിന് ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും അറിയാൻ പറ്റുമോ? ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? പേഷ്യൻസിന്റെ എല്ലാ പ്രോബ്ലംസും ഇല്ല അല്ലെ? അവരെന്ത് ചെയ്യും? പകുതി പ്രോബ്ലം കേട്ടിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കും അല്ലെ? അപ്പൊ എന്താണ് മിക്ക ഡോക്ടേഴ്സ് എന്താണ് ഈ രോഗിയുമായി ചെലവഴിക്കാൻ കുറച്ച് സമയം മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ രോഗിയുടെ എല്ലാ പ്രശ്നങ്ങളും കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെ? അതൊരു പ്രോബ്ലം ആണ് അല്ലെ? നെക്സ്റ്റ് നോക്കിയേ, ഇഫ് വി ഡു നോട്ട് ഗെറ്റ് ആൻസർ ഫോർ specific queries like did we provide the desired care, did we give the right advice, it would be difficult for hospitals to improve the patient experience. എന്തുണ്ട്? അങ്ങനെയുള്ള പേഷ്യൻസ് നല്ല രീതിയിൽ പരിചരണം കിട്ടിയിട്ടില്ല, നല്ല രീതിയിൽ ഡോക്ടർ ഫെസിലിറ്റീസ് സർവീസ് ലഭിച്ചിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലില് അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുവോ? ഹോസ്പിറ്റലുകാരോട് ക്വസ്റ്റ്യൻ ചോദിക്കുവോ? അവരോട് ചോദിക്കുന്നത് എന്താണ്? ഡിഡ് വി പ്രൊവൈഡ് ദ ഡിസയേർഡ് കെയർ? എന്താണ്? ഞങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ളത് അല്ലെ പരിചരണം ലഭിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് റൈറ്റ് അഡ്വൈസിലെ ശരിയായ രീതിയിൽ ഉപദേശം കിട്ടിയിട്ടുണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവർ ഹോസ്പിറ്റലുകാർ ഹോസ്പിറ്റലിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാർക്ക് മറുപടി ഉണ്ടോ? മറുപടി ഉണ്ടോ? ഡോക്ടർ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ആൻസർ എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? എന്ത് ചെയ്യും? ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഹോസ്പിറ്റൽസ് ടു ഇംപ്രൂവ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇതെന്ത് ചെയ്യുന്ന ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിൽ ഒരു അനുഭവം ഇംപ്രൂവ് ചെയ്യുന്നതിൽ പ്രോബ്ലംസ് ഡിഫിക്കൽട്ട് ഉണ്ടാക്കുന്നു. ക്ലിയർ ആയത്? ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഇരിക്കുന്ന ഡോക്ടർ, നമ്മൾ കാണുന്ന ഡോക്ടർ നമ്മുടെ അടുത്ത് എല്ലാ വിവരങ്ങളും ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെ? എല്ലാ വിവരങ്ങളും ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്കുള്ള ട്രീറ്റ്മെന്റ് എഴുതി തരുന്നതെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുമോ? ആകോ? ആകോ? നമ്മ പറയാറുണ്ട് ചില ഡോക്ടറെ അടുത്ത് പോയാൽ നമ്മുടെ വീട്ടു കാര്യങ്ങളും രോഗവിവരങ്ങളും എല്ലാം ചോദിക്കുന്നു പറയാറുണ്ടോ ഡോക്ടേഴ്സ്? അനുഭവമില്ല അതൊന്നും? അപ്പൊ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകും അല്ലെ? ഡോക്ടർ നമ്മുടെ അടുത്ത് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് നമ്മുടെ കൺസേണുകൾ, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ്, നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ നല്ല രീതിയിൽ കേട്ട് നമുക്ക് വേണ്ട അഡ്വൈസുകൾ തന്നാല്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? ആ പേഷ്യൻസിന് വേണ്ടി കുറച്ച് സമയം ഡോക്ടേഴ്സ് ചെലവാക്കുന്നത് എന്താ? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ക്ലിയർ ആയത്? One of the best ways to improve it is by engaging with the patient and addressing their problems correctly after every interaction. ഇത് ബെസ്റ്റ് വേ, ഇത് മാറ്റാനുള്ള ബെസ്റ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റിനുമായി നല്ല രീതിയിൽ ഇടപെടുക അല്ലെ? ആണോ? അവരെ നല്ല രീതിയിൽ കേൾക്കുക അല്ലെ? അവർക്ക് പറയാനുള്ള അവരുടെ അഡ്വൈസ് എന്താണ്? ആശങ്ക, കൺസേണുകൾ, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യുക? ഡോക്ടർ നല്ല രീതിയിൽ കേൾക്കുക അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യുക?
അങ്ങനെ ഓരോ പേഷ്യൻസിന്റെ ഇന്ററാക്ഷന് ശേഷം ഇടപെടലിന് ശേഷം എന്തൊക്കെ അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കുക അല്ലെ, പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണ്ടേ, അവർക്ക് വേണ്ട നല്ല ട്രീറ്റ്മെന്റുകൾ അല്ലെ, ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ ഇത്? ക്ലിയർ ആയോ ഇത്? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? മിസ്സിന് പറഞ്ഞത് ക്ലിയർ ആയില്ലെങ്കിൽ പറഞ്ഞോട്ടാ, മിസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്ലിയർ ആവായികയോ? ഓക്കെ ആണോ എല്ലാവരും? സെക്കൻഡ് പീരീഡ് ആയിരുന്നോണ്ട് ആരും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നത്, അതോ ഈ ചാപ്റ്ററിന്റെ ഇതാണോ? അതോ മിസ് എടുക്കുന്ന രീതിയിലാണോ? എന്താണ് പ്രശ്നം? സ്പീഡിൽ എടുക്കാനാണോ, സ്പീഡ് കുറയ്ക്കാനാണോ? സ്പീഡ് കൂടുതലാണെന്നാണോ, സ്പീഡിൽ എടുക്കാനാണോ? സ്ലോ ആണ്. ഓക്കെ. നെക്സ്റ്റ്, പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ്. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെ സൂചിപ്പിക്കുന്ന പിരമിഡ് നോക്കിയേ. ഫസ്റ്റ് താഴെ വരുന്നത് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പേഷ്യന്റ് സർവീസുകളിലെ പേഷ്യൻസിന് പല രീതിയിലുള്ള സർവീസുകൾ കിട്ടുന്നുണ്ട് അല്ലെ. ഡോക്ടേഴ്സിന്റെ സർവീസ്, നഴ്സുമാരുടെ സർവീസ്, എക്യുപ്മെന്റുകളുടെ സേവനങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സർവീസുകൾ. നെക്സ്റ്റ്, പേഷ്യന്റ് ജേർണി. പേഷ്യന്റ് ജേർണി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് എൻ്റർ ആയത് മുതൽ എക്സിറ്റ് ആവുന്നത് വരെ ഒരു ജേർണി ആണോ? ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് തന്നെ എന്താണ്? റിസപ്ഷനിൽ ചെന്ന് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നു. ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പിൽ എന്താണ്? കൺസൾട്ടേഷൻ റൂമിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടർ റൂമിൽ കയറുന്നു അല്ലെ. ഡോക്ടർ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെന്താണ്? ലാബ് ടെസ്റ്റുകൾ പറയേ, സ്കാനിങ്ങുകൾ. അതിനുശേഷം എന്താണ്? ഫാർമസിയിൽ മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു അല്ലെ. അപ്പൊ അതെന്താണ്? അതൊരു ജേർണി അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ജേർണി, പേഷ്യൻസ് ജേർണി. അപ്പൊ അതെന്താണ്? ഈ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് സർവീസും പേഷ്യന്റ് ജേർണി. ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് ഇറ്റ്സ് പേഷ്യൻസ്. എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളിൽ, പേഷ്യൻസിന്റെ ജേർണിയിൽ പേഷ്യൻസ് എത്രത്തോളം എൻഗേജ്ഡ് ആണ് അല്ലെ, അവരെത്രത്തോളം ഇടപഴകിയിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് സെൻട്രിക് സർവീസ്. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സർവീസ് എങ്ങനെയുള്ളതായിരിക്കണം? പേഷ്യന്റ് സെന്റേർഡ് ആയിരിക്കണം അല്ലെ. രോഗി കേന്ദ്രീകൃതമാവണ്ടേ? ഇതിക്ക് മുമ്പ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സർവീസസ് ആണോ? എന്താണ്? അപ്പൊ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സർവീസ് ലഭിച്ചിട്ടുണ്ട്. പേഷ്യൻസിന്റെ ജേർണി, യാത്ര, ഹോസ്പിറ്റലിലെ ജേർണി നല്ല രീതിയിലാണ്, ബെറ്ററായ രീതിയിലാണ്. പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള സർവീസുകളാണെങ്കിൽ എന്ത് ചെയ്യും? പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് വർദ്ധിക്കോ? സാറ്റിസ്ഫാക്ഷൻ കൂടോ? വാല്യുബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെ, സാറ്റിസ്ഫാക്ഷൻ പേഷ്യൻസിന് ലഭിക്കുന്നു അല്ലെ. അതാണ് ടോപ്പ് ലെവലിലെ പേഷ്യന്റ് എക്സ്പീരിയൻസ്. വാട്ട് വാല്യൂ ദ പ്രാക്ടീസ് ഡെലിവേഴ്സ് ടു ഇറ്റ്സ് പേഷ്യൻസ്. എന്താണ്? പേഷ്യൻസിന് എങ്ങനെയുള്ള മൂല്യം ഈ പ്രാക്ടീസുകൾ, പേഷ്യന്റ് സെൻട്രിക് സർവീസുകളൊക്കെ എത്രത്തോളം മൂല്യമാണ് നൽകുന്നത്? ക്ലിയർ ആയത്? പേഷ്യന്റ് സെൻട്രിക്കില് മിസ്സിങ് വരാട്ടോ. ഇതില് ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം, പേഷ്യന്റ് പിരമിഡ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാട്ടോ. ഈ പിരമിഡ് എന്തായാലും നോക്കി വെക്കണം കേട്ടോ എക്സാമിന്. നെക്സ്റ്റ്, വാട്ട് ദ ഹോസ്പിറ്റൽ can do to improve patient experience. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്? Establish a centralized hospital information system to streamline hospital processes. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്ഥാപിക്കുക അല്ലെ. നിങ്ങൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചോ?
ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു. അപ്പൊ അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാൻ സാധിക്കുന്നു അല്ലെ, ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കോ, ബില്ലുകൾ സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ, ലാബ് ടെസ്റ്റുകൾ കിട്ടുന്നുണ്ടോ? പിന്നെന്താണ്, റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം അല്ലെ, ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അല്ലെ, റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം അല്ലെ. എന്താണ്, പേഷ്യൻസിന് ഫോളോ അപ്പിന് സമയമായിട്ടുണ്ട് അല്ലെ, ചെക്കപ്പിന് സമയമായിട്ടുണ്ട്, ലാബ് ടെസ്റ്റുകൾ സമയമായിട്ടുണ്ട് എന്ന് പേഷ്യൻസിനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്താണ്, റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാനായി സാധിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങൾ, ടെലിമെഡിസിൻ അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്താണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്, ഒരു എറർ ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് ആണോ കൊടുക്കുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം? തെറ്റുകളില്ലാത്ത അല്ലെ, എറർ ഫ്രീ ആയിട്ടുള്ള സർവീസ് അല്ലേ കൊടുക്കുന്നത്. പിന്നെന്താണ്, പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററി അല്ലെ, അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഡോക്ടർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും കിട്ടുകയെ ചെക്ക് ചെയ്യാം അല്ലെ. അവർക്ക് അത് എന്നിട്ട് എന്താണ്, ആ പേഷ്യൻസിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലെ. അപ്പൊ എന്താ, അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്ഥാപിക്കാം. അപ്പൊ എന്താണ്, നമുക്ക് ടൈം കുറയ്ക്കാൻ സാധിക്കും. പേഷ്യൻസ് ഓരോ സെക്ഷന്റെ മുമ്പിലും വെയിറ്റ് ചെയ്യേണ്ട ടൈം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? പിന്നെന്താണ്, എറർ ഫ്രീ ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്നു അല്ലെ, തെറ്റുകളൊന്നും ഇല്ലാത്ത അല്ലെ. അപ്പൊ എന്താണ്, അത് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യല്ലേ ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്. അപ്പൊ എന്താ, ഹോസ്പിറ്റല് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്ഥാപിക്കുക. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ അല്ലെ. എങ്ങനെയുള്ള ഒരു കെയർ, പരിചരണം പേഷ്യൻസിന് കൊടുക്കുക, ഓരോ പേഷ്യന്റിനെയും ഫോക്കസ് ചെയ്ത് അല്ലെ, കേന്ദ്രീകൃതമായിട്ടുള്ളത്, പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ അല്ലെ, വ്യക്തിഗതമായിട്ടുള്ള രോഗി പരിചരണം കൊടുക്കുക. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിലെ എല്ലാ പേഷ്യൻസിനും ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് ആണോ വേണ്ടത്? ആണോ? അല്ല അല്ലെ. എന്താണ്, അവിടെ വരുന്ന പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെ, അവരുടെ അസുഖങ്ങൾ അനുസരിച്ചല്ലേ നമ്മ പരിചരണം കൊടുക്കുന്നത്, കെയർ കൊടുക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ ഓരോ പേഷ്യൻസിനെയും കേന്ദ്രീകൃതമായിട്ടുള്ള വ്യക്തിഗത പരിചരണം, പേഷ്യന്റ് കെയർ നൽകുക. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് പറയുന്നത്, read out to patients and communicate with them on different channel. പേഷ്യൻസിനെ കേൾക്കുക എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ഒരുപാട് കൺസേണുകൾ ഉണ്ടാവും അല്ലെ, ആശങ്കകൾ ഉണ്ടാവും അല്ലെ, അവരുടെ എന്താണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ. ലിസൺ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് നല്ല രീതിയിൽ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡർ കേൾക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അവരോട് ആശയവിനിമയം നടത്തുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക with them on different channel. ഡിഫറെന്റ് ചാനൽ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡിഫറെന്റ് ചാനൽ പേഷ്യന്റിനോട്. നമുക്ക് ഫോൺ കോൾസ് വഴി പറഞ്ഞു കൊടുക്കാലോ, അഡ്വൈസുകൾ, ഇൻസ്ട്രക്ഷൻസ് പേഷ്യന്റിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട്. വീഡിയോ കോൺഫറൻസിലൂടെ പറഞ്ഞു കൊടുക്കാം അല്ലെ. മെഡിക്കൽ റെക്കോർഡ് അല്ലെ, ഇൻസ്ട്രക്ഷൻസ്, റിട്ടേൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെ, ടെലിമെഡിസിൻ, മെയില് വഴി അല്ലെ. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആ ഹെൽത്ത് കെയർ പ്രൊവൈഡറും രോഗിയും തമ്മിൽ ആശയവിനിമയം നടത്താൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്, ഡിഫറെന്റ് ചാനൽസ് വഴി ഏതാണോ അവർക്ക് ഉചിതമായിട്ടുള്ളത് ആ വഴി അവരെ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ നടത്തുക. നെക്സ്റ്റ്, കണ്ടക്ട് പേഷ്യന്റ് സർവേ ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. എന്ത് ചെയ്യുക, പേഷ്യൻസിൽ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാനായിട്ട് അല്ലെ എന്ത് ചെയ്യുക, പേഷ്യന്റ് സർവേ കണ്ടക്ട് ചെയ്യുക. ആദ്യം അങ്ങനെയല്ലേ പറഞ്ഞു ഈ ചാപ്റ്റർ തുടങ്ങിയത്.
പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനായിട്ട് അല്ലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുക അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ കയ്യിൽ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനായിട്ട് പേഷ്യന്റ് സർവേ നടത്തുക. നെക്സ്റ്റ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പേഷ്യൻസ് പെർസീവ് ദ ക്വാളിറ്റി ഓഫ് കെയർ ഗിവൺ. നൽകുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം രോഗികൾക്ക് എത്രത്തോളം ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകാം. അതെങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്നത്? നമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ പരിചരണങ്ങള് ക്വാളിറ്റി എത്രത്തോളം ക്വാളിറ്റിയില് ഗുണനിലവാരത്തില് പേഷ്യൻസിന് ലഭിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാകുന്നത്? നമുക്ക് ഫീഡ്ബാക്ക് നോക്കുമ്പോ മനസ്സിലാകോ? ഫീഡ്ബാക്ക് പിന്നെന്താണ്? ഗുഡ് ക്ലിനിക്കൽ ഔട്ട്കം ആണെങ്കിലോ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഔട്ട്കം ആണ് ആ പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ മനസ്സിലാവില്ലേ? മനസ്സിലാവോ? എന്താണ് അങ്ങനെ പേഷ്യൻസിന് അവിടെ നിന്ന് ലഭിച്ച കെയർ ക്വാളിറ്റി കെയറിൽ പരിചരണത്തിന്റെ ഗുണനിലവാരം എത്രത്തോളം ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഡിസ്കസ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്. എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിലെ മാനേജ്മെന്റുമായി ഡിസ്കസ് ചെയ്തിട്ട് ചർച്ചകൾ നടത്തിയിട്ട് എന്താണ് ക്വാളിറ്റി ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള മെഷേഴ്സ് എന്താണ് പ്രൊജക്റ്റുകൾ അല്ലെ വർക്കുകള് അവര് സ്വീകരിക്കുക, നടപ്പിലാക്കുക അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? അവരവിടുത്തെ മാനേജ്മെന്റുമായി അല്ലെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സുമായിട്ട് സംസാരിക്കണം അല്ലെ ആണ്. അപ്പൊ എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് ക്വാളിറ്റി ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട പദ്ധതികള് പ്രവർത്തനങ്ങള് നടപ്പിലാക്കുക. ക്ലിയർ ആയത്? നെക്സ്റ്റ്, ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ. പേഷ്യന്റ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? റിട്ടൻഷൻ അറിയോ? റിട്ടൻഷൻ പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്താം അല്ലെ. ആ ഹോസ്പിറ്റലിൽ തന്നെ അവർ വീണ്ടും അവിടെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുക, അവിടെ വീണ്ടും ചെക്കപ്പിന് വരിക അല്ലെ, വീണ്ടും അവിടെ തന്നെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. അപ്പൊ എന്താണ്? ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ. പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നിലനിർത്തുന്നത് വർദ്ധിപ്പിക്കുക, ഇംപ്രൂവ് ചെയ്യുക. It's more cost effective to withhold old patients than to get new patients. എന്താണ്? അവിടെയുള്ള പേഷ്യൻസിനെ പഴയ പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്തുന്നതും ഹോസ്പിറ്റലുകൾക്ക് പുതിയ സ്റ്റാഫ് പേഷ്യൻസിനെ ലഭിക്കുക എന്നുള്ളത് ലാഭകരമായ ഒരു പ്രവർത്തനമാണോ? ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് ഉണ്ടാക്കോ? എന്താണ്? കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് അല്ലെ, ഹോസ്പിറ്റലിന് ലാഭകരമാണ്. Returning patients will result in greater ROI. ROI എന്ന് പറഞ്ഞാൽ return on investment, and happy patients can be hospital best advocates. എന്താണ്? റിട്ടേണിംഗ് ബെസ്റ്റ് പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേറ്റർ ആക്കുന്നു അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചിലപ്പോ അവിടുത്തെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിന്റെ സർവീസുകളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ തോന്നിയിട്ട് അവിടുന്ന് പേഷ്യൻസ് പോവാല്ലോ, വേറെ ഹോസ്പിറ്റലിൽ പോവാം അല്ലേ. അപ്പൊ എന്താ? അവര് തിരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്നത്, മടങ്ങി വരുന്നത് എന്താണ്? ഹോസ്പിറ്റലിന്റെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുന്നു അല്ലെ, അവിടുത്തെ നിക്ഷേപം വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുമോ? പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്നു. കൂടാതെ എന്താണ്? ഹാപ്പി പേഷ്യൻസ് അല്ലെ, സന്തുഷ്ടരായിട്ടുള്ള പേഷ്യൻസ് എന്താണ്? ഹോസ്പിറ്റലിന്റെ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് ആണ്. അഡ്വക്കേറ്റ്സ് എന്തായിരിക്കും പേഷ്യൻസിനെ പറയുന്നത്? അഡ്വക്കേറ്റ്സിന്റെ ജോലി എന്താണ്? വാദിക്കുക അല്ലെ, വായ്മൊഴിയായിട്ട് പറഞ്ഞല്ലേ അവരെ കക്ഷികളെ ജയിപ്പിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ഹാപ്പി പേഷ്യൻസ് എന്ത് ചെയ്യും? ഈ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കില്ലേ. അവര് ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യും, അവര് ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യും അല്ലെ. ആണോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ എന്താ?
ഹാപ്പി പേഷ്യൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് ആണ്. They will keep coming back എന്നാണ് കേട്ടോ, എല്ലില്ല കേട്ടോ, ബാക്ക്. They will keep coming back to apt, പിന്നെ opt എന്നല്ല apt, മൗത്ത് പബ്ലിസിറ്റി. ബാക്ക് എന്നാണ്, എല്ലില്ല. ടു ആപ്റ്റ് എന്നാണ് കേട്ടോ, എ ആണ്, APT. Apt for services and even suggest the hospital to their friends and family. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഉചിതമായിട്ടുള്ള അല്ലെ, ആപ്റ്റ് ആയിട്ടുള്ള സർവീസുകൾ, സേവനങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. കൂടാതെ അവരെന്താണ്, അവരുടെ ഫ്രണ്ട്സിനും അല്ലെ, കൂട്ടുകാർക്കും ഫാമിലീസിനും എന്താണ്, ഹോസ്പിറ്റലിനെ നിർദ്ദേശിക്കുന്നു, സജസ്റ്റ് ചെയ്യുന്നു. A part of them providing quality care employs some of the best patient procurement strategies to make the patient feel worth. എന്താണ്, പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി കെയർ എങ്ങനെയുള്ളതായിരിക്കണം, എന്തൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കണം? ഗുണനിലവാരമുള്ള പരിചരണം പേഷ്യൻസിന് ലഭിച്ചു അല്ലെ, അവിടെയുള്ള രോഗികൾക്ക് സ്റ്റാഫുകളിൽ നിന്ന് ലഭിച്ചു എന്നറിയുന്നതിനുള്ള സ്ട്രാറ്റജീസ് അവലംബിക്കുക അല്ലെ. പേഷ്യൻസ് സ്റ്റാഫുകള് ആണോ? ഗുണനിലവാരമുള്ള പരിചരണം രോഗികൾക്ക് അവിടെയുള്ള സ്റ്റാഫ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളിൽ നിന്ന് ലഭിച്ചു എന്ന വിധത്തിലുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള്, പ്രൊക്വയർമെന്റ് സ്ട്രാറ്റജീസ് അല്ലെ, തന്ത്രങ്ങള് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളിന്റെ നിലനിർത്താൻ അല്ലെ, അതെന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസ് ഫീൽ വർത്ത് അല്ലെ, പേഷ്യൻസിന് എന്ത് ചെയ്യുന്ന, സാറ്റിസ്ഫൈഡ് ആക്കോ? പേഷ്യൻസ് കരുതാണ് എന്താണ്, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച എന്താണ്, മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്ന്, ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്നാവാം, നഴ്സിന്റെ അടുത്ത് നിന്നാവാം അല്ലെ, ടെക്നിക്കൽ സ്റ്റാഫുകളുടെ അടുത്ത് നിന്നാവാം, ലാബ് ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്നാവാം, ലഭിച്ച സർവീസുകൾ എങ്ങനെയുള്ളതാണ്? ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ, ഗുണനിലവാരമുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും? പൊതുവെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കും. അപ്പൊ എന്താ, അങ്ങനെ പേഷ്യൻസിന് ഫീൽ വർത്ത്, പേഷ്യൻസിന് മൂല്യമായി തോന്നുന്ന വിധത്തില് ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫുകൾ അതിനുവേണ്ട സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള് അവലംബിക്കുക, നടപ്പിലാക്കുക. ക്ലിയർ ആയോ? ഇത് നെക്സ്റ്റ്, implementing patient retention strategies to improve patient experience. രോഗിയുടെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, മെച്ചപ്പെടുത്തുന്നതിനും രോഗിയെ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താനും എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലുകാർക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നത്? റിട്ടൈൻ എക്സിസ്റ്റിംഗ് പേഷ്യൻസ് അല്ലെ, അവിടെ നിലവിലുള്ള അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്താം അല്ലെ. കൂടാതെ എന്താണ്, വിൽ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്, അവർക്ക് നഷ്ടപ്പെട്ട പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവരാം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എടുത്തു കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ, ആസ്റ്റർ മെഡിസിറ്റിയുടെ അങ്ങനെ ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കിയോ? സെർച്ച് ചെയ്തോ? നോക്കി. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ സാധിച്ചു? ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലെ, ഏതൊക്കെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ഏതൊക്കെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, റേറ്റിംഗ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിനെ റേറ്റ് ചെയ്തതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ എന്ത് ഫീഡ്ബാക്ക് പേഷ്യൻസിന്റെ അടുത്തുനിന്ന് സർവേ ചെയ്തെടുത്ത് അല്ലെ റേറ്റിംഗ് എടുക്കുന്നതുണ്ട്. പിന്നെ ഗ്രാഫിക്കലി റെപ്രസെന്റേഷൻ കണ്ടോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഗ്രാഫിക്കലി ആയിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താണ്, സോഷ്യൽ പ്രൂഫ് കൊടുക്കുകയാണ് അല്ലെ പേഷ്യൻസിന് അവരുടെ വെബ്സൈറ്റില് ആണോ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പ്രൊഫൈല് കയറി കഴിഞ്ഞാല് പേഷ്യൻസിന് എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ടോ? അപ്പൊ എന്ത് ചെയ്യും, അവര് തിരിച്ചു വരുമോ? പോയ പേഷ്യൻസ് തിരിച്ചു വരുമോ? അവര് കുറച്ചും കൂടി അഡ്വാൻസ് ആയി അല്ലേ, നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പോയ സ്റ്റാഫുകൾ തിരിച്ചു വരുമോ? അപ്പൊ എന്ത് ചെയ്യുക, വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്, എന്ത് ചെയ്യുക, അവർക്ക് നഷ്ടപ്പെട്ട പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവരിക.
കൂടാതെ എന്താണ് നമുക്ക് ആ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലെ, അവിടെ ഏതൊക്കെ എന്താണ് ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അവരുടെ ക്വാളിറ്റി എന്താണെന്നൊക്കെ കണ്ടൂടെ. പിന്നെന്താ ഓരോ ഡോക്ടേഴ്സിനെ കുറിച്ചും പേഷ്യന്റ് കമന്റ് ചെയ്യുന്നതൊക്കെ കണ്ടതില്ല. അപ്പൊ നോക്കാത്തവര് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിന്റെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, അങ്ങനെയൊക്കെ ഇതാക്കി വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്, അവർക്ക് നഷ്ടപ്പെട്ട ഹോസ്പിറ്റലുകാർക്ക് നഷ്ടപ്പെട്ട പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവരിക. കണ്ടക്ട് ഫീഡ്ബാക്ക് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേ, എന്താണ് പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് സർവേ, അവിടെ നിന്ന് ലഭിച്ച സർവീസുകളില് അല്ലെങ്കിൽ എന്താണ് അവിടുന്ന് കിട്ടിയ ഫെസിലിറ്റീസിൽ അവർ തൃപ്തരാണോ അല്ലെ, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, സാറ്റിസ്ഫൈഡ് ആണോ ഇതിനെ കുറിച്ചുള്ള സർവേ നടത്തുക. നെക്സ്റ്റ് എന്താണ് ആസ്ക് പേഷ്യന്റ് വൈ ദേ ലെഫ്റ്റ്, പേഷ്യൻസിനോട് ചോദിക്കുക അല്ലെ, എന്തുകൊണ്ടാണ് അവിടുന്ന് പോയതെന്ന് ചോദിക്കാലോ. എന്തിനു വേണ്ടി അങ്ങനെ ചോദിക്കുന്നത്, ചോദിച്ചൂടെ? കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി പേഷ്യൻസിനോട് ചോദിക്കാം. ആസ്ക് പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയത്. ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി, എന്താണ് പേഷ്യൻസിന്റെ ഇടയിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഇടയിലൊക്കെ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി അല്ലെ, സാമൂഹിക കൂട്ടായ്മ ഉണ്ടാക്കുക, നിലനിർത്തുക. ഇൻസെന്റിവൈസ് ദെയർ റിട്ടേൺ, പോയ പേഷ്യൻസ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാലോ. ഇൻസെന്റിവൈസ് പ്രോത്സാഹിപ്പിക്കുക. ഇൻസെന്റിവൈസ് ദെയർ റിട്ടേൺസ്, പേഷ്യൻസ് പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുമ്പോ അവരെ പ്രോത്സാഹിപ്പിക്കുക. റിവാർഡ് പേഷ്യൻസ് ലോയൽറ്റി, എന്താണ് പേഷ്യൻസിന്റെ വിശ്വസ്തതയ്ക്ക് റിവാർഡ് കൊടുക്കുക. പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ് അല്ലെ, നമുക്കിപ്പോ മിസ് പറഞ്ഞ പോലെ വെബ്സൈറ്റില് പിന്നെന്താണ് ഹോസ്പിറ്റലിന്റെ ബിസിനസ് പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൂഫ് കിട്ടുന്നുണ്ടോ, സോഷ്യൽ പ്രൂഫ്, എത്രത്തോളം പേഷ്യൻസ് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, അവർക്ക് എത്രത്തോളം റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് അല്ലെ, അവിടെ എത്രത്തോളം എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സോഷ്യൽ പ്രൂഫ് അവർക്ക് നൽകുക. നെക്സ്റ്റ് എന്താണ് ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിനെ കേൾക്കുക അല്ലെ, അവർക്ക് പറയാനുള്ള അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ്, അവരുടെ കൺസേണുകൾ ആശങ്കകളൊക്കെ എന്ത് ചെയ്യുക ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കേൾക്കുക. റിസോൾവ്, പിന്നെന്താണ് ആംഗ്രി പേഷ്യൻസ് അല്ലെ, മിക്സ്ഡ് പേഷ്യൻസ്, അവർക്കൊക്കെ പറയാനുണ്ടോ, പ്രശ്നങ്ങൾ പറയാനുണ്ടാവോ ഹോസ്പിറ്റലില്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യുക, റിസോൾവ് ഇഷ്യൂ ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന്റെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക, പരിഹരിച്ചു കൊടുക്കുക. ക്ലിയർ ആയോ?